എന്താണ് എം ഡി എം എ? പലർക്കുമുള്ള സംശയമാണ്. എം ഡി എം എന്ന് പറഞ്ഞാൽ മെത്താഫെറ്റാമിൻ എന്ന് വിളിക്കുന്ന, നമ്മൾ ചുരുക്കപ്പേര് വിളിക്കുന്ന ഒരു മയക്കുമരുന്നാണ്. ഇത് ലാബുകളിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രാസവസ്തുവാണ്. ഈ മെത്താഫെറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ എം ഡി എം എ ചേർത്തിട്ടുള്ള പ്ലാസ്റ്റിക് ക്യാപ്സ്യൂളുകൾ പോലീസിനെ കണ്ട് വിഴുങ്ങിയ ഒരു യുവാവ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടത് ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ മെത്താഫെറ്റാമിൻ അഥവാ എം ഡി എം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക്, അതിപ്പോൾ ആമാശയത്തിലൂടെ എത്താം, ഇല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിലൂടെ കണ്ണിലോ ഇല്ലെങ്കിൽ മൂക്കിനകത്തോ നമ്മൾ ചെറുതായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് രക്തത്തിൽ കലരും. ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സിറോട്ടോണിൻ, ഡോപ്പമൈൻ, നോറെപ്പിനെഫ്രിൻ പോലുള്ളവയുടെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്ത് ഇത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഉന്മാദാവസ്ഥ, നമുക്ക് ഭയങ്കര സന്തോഷം, ശരീരത്തിലുള്ള മസിലുകൾ വലിഞ്ഞു മുറുകുന്നു, കണ്ണുകൾ ഡയലേറ്റ് ചെയ്യുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഉന്മേഷം ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് എം ഡി എം എ പലപ്പോഴും ഈ ഡാൻസ് ക്ലബ്ബുകളിലൊക്കെ വളരെ പെട്ടെന്ന് ഇത് പ്രശസ്തമായത്. 80-കൾ മുതൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലും ഇവ ഉപയോഗിക്കുന്നുണ്ട്. എക്സ്റ്റസി, മോളി എന്നൊക്കെ വിളിക്കുന്ന പലവിധ എം ഡി എം എയുടെ കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്താണ് ഇതിന്റെ അപകടാവസ്ഥ എന്ന് പറഞ്ഞാൽ, ചെറിയ അളവിൽ ഇത്തരത്തിൽ ഉന്മാദാവസ്ഥ എത്തുമെങ്കിലും ഏകദേശം അരമണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സമയം കഴിയുമ്പോഴത്തേക്കും ശരീരം ഇതിനെ നിർവീര്യമാക്കാനുള്ള ശ്രമം തുടങ്ങും. ആ സമയത്ത് ശരീരം ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്രഷനിലേക്ക് പോവുകയും പിന്നെ നിവർന്നു നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. ഒരുപക്ഷെ ഇത് ആത്മഹത്യയിലേക്ക് വരെ, കടുത്ത ഡിപ്രഷൻ, ആത്മഹത്യയിലേക്ക് വരെ ഒരാളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് വരാം. ഇത് എടുക്കുന്ന സമയത്ത് അമിതമായിട്ടുള്ള സന്തോഷം മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടായി എന്ന് വരാം, എമ്പതി വല്ലാണ്ട് ഫീൽ ചെയ്തു എന്ന് വരാം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് വയലന്റ് ആവും, കയ്യിലിരിക്കുന്ന വസ്തു എടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും അമ്മയെ പോലും വെട്ടിക്കൊല്ലുന്ന ഒരവസ്ഥയിൽ എം ഡി എം എ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു എന്ന് വരാം. അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കും, രക്തസമ്മർദ്ദം വല്ലാണ്ട് ഉയരും, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം തെറ്റിക്കഴിഞ്ഞിരുന്നാൽ ഇത് ജന്യരോഗം പെട്ടെന്ന് ഉണ്ടാക്കി എന്ന് വരാം. കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം തലച്ചോറിൽ ക്ലോട്ട് ഉണ്ടാക്കി എന്ന് വരാം, പക്ഷാഘാതം ഉണ്ടാക്കാം, ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റിച്ച് ഹൃദയം നിലച്ചു പോയി എന്ന് വരാം, ശരീരത്തിലുള്ള സോഡിയം വല്ലാണ്ട് കുറഞ്ഞുപോയി, ഒരുപക്ഷെ ഹൈപ്പോനാട്രീമിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് വരാം. ഈ ഒരു കാറ്റഗറിയിൽ വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിക്കും. എം ഡി എം എ എന്ന രാസവസ്തു നമ്മുടെ ശരീരത്തിൽ അപകടകരമാകുന്നത്, ഇതിന് ആന്റിഡോട്ട്, മറുമരുന്ന് എന്നുള്ളത് നിലവിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ നിർവീര്യമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കഴിയുന്നത്ര എം ഡി എം എയിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാ മാതാപിതാക്കളും എല്ലാ കുടുംബങ്ങളും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അപകടകാരിയായിട്ടുള്ള മയക്കുമരുന്ന് എം ഡി എം എ തുടരുത്.